കുവൈറ്റിൽ നിന്ന് വരുന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എത്ര മലയാളികളാണ് അവിടെ വീണു മരിച്ചതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നെഞ്ചിടിക്കുകയാണ്. 24 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ ഭൂരിഭാഗവും മലയാളികളെന്നറിയുമ്പോൾ എല്ലാവർക്കും വളരെയധികം വേദന തന്നെയാണ്. അത്രമാത്രം ഒരു വേദന നിറഞ്ഞ സംഭവത്തിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ എല്ലാവരും. ഓരോ മലയാളികളുടെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞു കുട്ടികളടക്കം വലിയ മക്കളടക്കം നിരവധി പേരായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെയൊക്കെ വീട്ടിലെ ഏറ്റവും വലിയ നെടുംതൂട് തന്നെയാണ് ഇന്ന് നശിച്ചുപോയത്. മരിച്ച മലയാളികളുടെ എണ്ണം 14 കഴിഞ്ഞു. മൃതദേഹങ്ങൾ വ്യോമസേനാ വിമാനത്തിൽ നാട്ടിലെത്തിക്കും. അടിയന്തര നടപടികളുമായി വിദേശകാര്യ മന്ത്രാലയം തന്നെ ഉടൻ നീങ്ങും. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. മരിച്ച 14 മലയാളികളുടെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 30ഓളം പേരും മലയാളികൾ തന്നെയാണ്. കുവൈറ്റിലേത് സമാനകളില്ലാത്ത ഒരു ദുരിതമായി തന്നെ മലയാളികൾ കാണുന്നു. കുവൈറ്റിലെ തൊഴിലാളികൾ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 14 ഉയർന്നു. അപകടത്തിൽ മൊത്തം 49 പേരായിരുന്നു ആദ്യം മരിച്ചത്. ഇതിൽ 41 പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതിൽ 26 പേരെ തിരിച്ചറിഞ്ഞു. പരിക്കേറ്റ 50ലധികം പേരുടെ 30ഓളം പേർ മലയാളികളാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ വാർത്ത പുറത്തു വരുമ്പോൾ 24ഓളം പേർ മരിച്ചതായി ഇപ്പോൾ നോർക്ക സ്ഥിരീകരിച്ചിരിക്കുന്നു. 24 മലയാളികളുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്. അതിദാരുണമായ സംഭവം തന്നെയാണ് അരങ്ങേറിയത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. മൃതദേഹങ്ങൾ വ്യോമസേനാ വിമാനത്തിൽ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം ശൂരനാട് വടക്ക് വിയ്യാങ്കര തുണ്ടുവിള വീട്ടിൽ ഷമീർ ഉമറുദ്ദീൻ, കാസർഗോഡ് ചെങ്കള കുണ്ടക്കടക ഹൗസിൽ കെ രഞ്ജിത്ത്, കാസർഗോഡ് പാലിക്കോട് എരുവൽ സ്വദേശി കേളു പൊന്മേരി, കോട്ടയം പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപം ഇടിമണ്ണിൽ സാബു ഫിലിപ്പ് മകൻ സ്റ്റെഫൻ എബ്രഹാം സാബു അങ്ങനെയടക്കം നിരവധി പേരാണ് അന്തരിച്ചത്. 56, 29, 30 വയസ്സുള്ള നിരവധി പേർ, ഒരു കുടുംബം കാത്തിരിക്കുന്നവർ, ഒരു കുടുംബം പ്രതീക്ഷ ജീവിച്ചവർ, അങ്ങനെ ഒരുപാട് പേരാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. അപകടത്തിൽ 146 പേർ സുരക്ഷിതരെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 195 പേരായിരുന്നു കെട്ടിടത്തിൽ താമസത്തിനായി ഉണ്ടായിരുന്നത്. 146 പേരിൽ 49 പേർ നിലവിൽ വിവിധ ആശുപത്രികളായി ചികിത്സയിൽ കഴിയുന്നു. നിസ്സാര പരിക്കേറ്റ് 11 പേർ ചികിത്സയിലുണ്ട്. സംഭവ സമയത്ത് തന്നെ 19 പേർ വിവിധ കമ്പനികളിൽ ജോലിയിലായിരുന്നു. അവരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. തെക്കൻ കുവൈത്തിൽ അഹമ്മദി ഗവർണറേറ്റിൽ മങ്ഫിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലാണ് അപകടമുണ്ടായത്. മലയാളി വ്യവസായി KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിലാണ് ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായത്. സ്വദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. കെട്ടിട ഉടമയും സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തു. കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സഹാബ് പറഞ്ഞു. പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തിയതായി ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞിട്ടുണ്ട്. തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കുമെല്ലാം സഹായം ഉറപ്പാക്കുമെന്നും NBTC കമ്പനി അറിയിച്ചു. കുവൈറ്റ് ദുരന്തത്തിൽ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഇന്നത്തെ പരിപാടികൾ സംസ്ഥാന സർക്കാർ തന്നെ ഒഴിവാക്കി മാറ്റിവച്ചിരിക്കുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.